ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ്. ആൻഡ് ദിസ് ആർക്കിടെക്ചർ മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ. ഈ ചങ്ങാതി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചർ മോഡൽ ആയതുകൊണ്ട് തന്നെയാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നതിന് പേര് വന്നത്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സും ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്താണ് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഡേറ്റയും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനും രണ്ടും സെയിം മെമ്മറിക്ക് അകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. വോൺ ന്യൂമാൻ ബേസിക് സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഒരു ബേസിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് മെമ്മറി കാണും, അതുപോലെ തന്നെ ഒരു പ്രോസസർ CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് കാണും, IO ഡിവൈസ് കാണും, പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് സിസ്റ്റം ബസസ് ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. So before get into major components of this von Neumann basic structure, let's discuss about the key features of von Neumann architecture. So first key feature എന്ന് പറയുന്നത് ഈ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇൻസ്ട്രക്ഷനും ഡേറ്റയും സെയിം മെമ്മറിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. അതായത് ഇൻസ്ട്രക്ഷൻസ് വൺ ആഫ്റ്റർ അനദർ ആയിരിക്കും ഫെച്ച് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. അതായത് ഒരു സീക്വൻഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ സിംഗിൾ ഷെയർഡ് ബസ് ആയിരിക്കും ഇതിൽ കാണുള്ളൂ. ഇപ്പൊ ഡേറ്റ ഫെച്ച് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണമെങ്കിലും എല്ലാം ഒരു സിംഗിൾ ബസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബട്ട് ദിസ് സിംഗിൾ ഷെയർഡ് ബസ് ഫീച്ചർ ലീഡ്സ് ടു എ പൊട്ടൻഷ്യൽ ബോട്ടിൽ നെക്ക് പ്രോബ്ലം. കാരണം രണ്ടും സെയിം ഒറ്റ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബസ് വഴിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യുന്നത്. സോ ഒരു ബോട്ടിൽ നെക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ദ ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള രജിസ്റ്റേഴ്സ്. സിപിയുവിനകത്ത് ഇന്റേണൽ മെമ്മറി, അതാണ് രജിസ്റ്റേഴ്സ്. സിപിയുവിനകത്തുള്ള ഇന്റേണൽ മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. ലൈക്ക് പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡേറ്റ രജിസ്റ്റർ, അക്യുമുലേറ്റർ, ഇങ്ങനെ ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ഒക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് മേജർ കോമ്പണൻസ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. മെമ്മറി കാണുമായിരിക്കും, ഇൻ വിച്ച് വി സ്റ്റോർ ബോത്ത് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഡേറ്റ ആണെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും രണ്ടും മെമ്മറിക്കകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിനകത്ത് ഈ മെമ്മറിനെ നമ്മൾ ശരിക്കും സെൽസ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈച്ച് സെൽ വിൽ ഹാവ് എ യുണീക് അഡ്രസ്. ഇനി വരുന്നത് നമ്മുടെ സെക്കൻഡ് കോമ്പണന്റ് എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊസസർ. അതിനകത്ത് നമുക്ക് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് കാണും. ഈ ചങ്ങാതി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ദെൻ വി വിൽ ഹാവ് എ കൺട്രോൾ യൂണിറ്റ്. അതായത് പിന്നെ ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ CPU, മെമ്മറി, IO ഡിവൈസസ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ഈ കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡേറ്റ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോവണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ വി വിൽ ഹാവ് അൻ അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിന്റെ ഇന്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് വേറെ ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ്സ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഏത് ഉറക്കത്തെന്ന് ചോദിച്ചാലും നമുക്കത് അറിഞ്ഞിരിക്കണം. പ്രോഗ്രാം കൗണ്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും. ദെൻ വി ഹാവ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് നമ്മൾ കറന്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അഡ്രസ് അല്ല, ഇൻസ്ട്രക്ഷൻ. പേര് പോലെ തന്നെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഓർ IR നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ദർ ഈസ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഓർ MAR. അതായത് ആക്സസ് ചെയ്യേണ്ട മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. Then there is memory data register. Memory data register എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ മെമ്മറിന്ന് അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റ ടെമ്പററിലി നമ്മൾ എന്ത് ചെയ്യും, ഒരു രജിസ്റ്ററിൽ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ രജിസ്റ്റർ ആണ് മെമ്മറി ഡേറ്റ രജിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെറ്റ് ഓഫ് കോമ്പണൻസ് IO ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. IO ഡിവൈസസ് നമുക്കറിയാം. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് വെച്ചാല് ഡേറ്റ നമ്മുടെ സിസ്റ്റത്തിന് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സറിലോട്ട് കൊടുക്കുന്നത് ആരായിരിക്കും? ഇൻപുട്ട് ഡിവൈസസ് ആയിരിക്കും, ലൈക്ക് കീബോർഡ്, മൗസ്, അതൊക്കെ. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡേറ്റ അതാണ് ചെയ്യുന്നത്, ലൈക്ക് മോണിറ്റർ, പ്രിന്റർ, അതൊക്കെ. ദെൻ വി ഹാവ് സിസ്റ്റം ബസ്. കണ്ടോ, സിസ്റ്റം ബസ്സസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിസ്റ്റം ബസ് 3 ടൈപ്സ് വരുന്നുണ്ട്: ഡേറ്റ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഡേറ്റ ബസ് എന്ന് പറയുമ്പോൾ കോമ്പണൻസിന്റെ ഈ പറഞ്ഞ കോമ്പണൻസ് ഉണ്ടല്ലോ, മേജർ കോമ്പണൻസ്, നമ്മൾ മെമ്മറി പറഞ്ഞു, CPU പറഞ്ഞു, IO ഡിവൈസസ് പറഞ്ഞു, ഇതിന്റെയൊക്കെ ഇടയിൽ ഡേറ്റ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ ബസ് യൂസ് ചെയ്യുന്നത്. അഡ്രസ് ബസ് എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ക്യാരി ചെയ്യുന്നതായിരിക്കും. കൺട്രോൾ ബസ് എന്ന് പറയുന്നത് കൺട്രോൾ സിഗ്നൽസ്, കൺട്രോൾ യൂണിറ്റ് ആണ് പിന്നെ CPU, മെമ്മറി, IO ഡിവൈസസ് ഒക്കെ തമ്മിലുള്ള ഡേറ്റ ഫ്ലോ കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് കൺട്രോൾ യൂണിറ്റ്. ആ കൺട്രോൾ സിഗ്നൽസ് ക്യാരി ചെയ്യുന്നത് കൺട്രോൾ ബസ് ആയിരിക്കും. സോ വി ഹാവ് ടോട്ടൽ 3 സിസ്റ്റം ബസ്സസ്: ഡേറ്റാബേസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ. പിന്നെ വോൺ ന്യൂമാൻ ബോട്ടിൽ നെക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ബോട്ടിൽ നെക്ക് വരാനുള്ള കാരണം? സിംഗിൾ ഷെയർഡ് ബസ് യൂസ് ചെയ്യുന്നത് കൊണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കണം. കാരണം നമ്മൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരൊറ്റ ബസ്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ്സറിന് പലപ്പോഴും ഈ CPU-ന് പലപ്പോഴും മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അത് പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് കാരണമാവും. ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിൽ പെർഫോമൻസ് ഡീഗ്രേഡേഷൻ സംഭവിച്ചാൽ എന്തുണ്ടായിരിക്കും? അത് എഫിഷ്യന്റ് അല്ല. കാര്യം വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഇത് സിമ്പിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, പ്രോഗ്രാമിംഗ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇന്ന് കാണുന്ന ഒട്ടുമിക്ക ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റംസും വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ തന്നെയും വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ അഡ്വാൻറ്റേജസ് ആണെന്നിരിക്കെ ഒരുപാട് ലിമിറ്റേഷൻസും വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ പറയുന്ന മെമ്മറി ബോട്ടിൽ നെക്ക് ആണ്. അതായത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ഇൻസ്ട്രക്ഷൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ഒറ്റ സിസ്റ്റം ബസ്സേ ഉള്ളൂ. ഒരു സിംഗിൾ ഷെയർഡ് ബസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നത് തന്നെ. അതുപോലെ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ഇതിന്റെ ഒരു ഫീച്ചർ ആയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ബട്ട് ഇറ്റ്സ് എ ഡ്രോബാക്ക്, ഒരു ലിമിറ്റേഷൻ ആണ്. കാരണം മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സൈമൾട്ടേനിയസ്ലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സീക്വൻഷ്യലി 1 by 1 ആഫ്റ്റർ അത് ആ ഒരു ഓർഡറിലെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ബോട്ടിൽ നെക്ക് ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ പാരലലിസം എനേബിൾ ചെയ്യാത്തതുകൊണ്ട്, സീക്വൻഷ്യൽ എക്സിക്യൂഷൻ അല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ലിമിറ്റഡ് ആയിരിക്കും, പവർ ഇൻഎഫിഷ്യൻസി കാണും, അതുപോലെ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സിൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് PCs, ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസിലൊക്കെ. അതുപോലെ തന്നെ അപ്ലയൻസസ്, കാൽക്കുലേറ്റേഴ്സ്, അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ആർക്കിടെക്ചർ യൂസ് ചെയ്യാം. അതായത് എംബഡഡ് സിസ്റ്റത്തിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്, എഡ്യൂക്കേഷണൽ സിസ്റ്റംസ്, ഗെയിമിംഗ് ആൻഡ് മൾട്ടിമീഡിയ, അതിലൊക്കെയും വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ ഒരു വീഡിയോ, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.